സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ നിമിഷം ഇത് കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഒരു അശ്വതി നക്ഷത്രക്കാരനോ അല്ലെങ്കിൽ അശ്വതി നക്ഷത്രക്കാരിയോ ഉണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് അവർക്ക് വേണ്ടിയുള്ളതാണ്. ഇനിയിപ്പോ നിങ്ങളൊരു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ വരാൻ പോകുന്ന കുറച്ച് മിനിറ്റുകൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. 2026 ഏപ്രിൽ 14 തുടങ്ങുന്ന പുതിയ വിഷുവർഷം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തു മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് വലിയ സൗഭാഗ്യങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അതിനൊപ്പം തന്നെ കരുതിയിരിക്കേണ്ട ചില അപകടങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ശരി, നമുക്കിതൊന്ന് പരിശോധിക്കാം. ജ്യോതിഷം മനുഷ്യർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണല്ലോ. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ നമ്മുടെ വ്യക്തിപരമായ വിശ്വാസങ്ങൾ എന്തുതന്നെയായാലും ഇത്തരം വിവരങ്ങളെ നമ്മളൊരു നിഷ്പക്ഷമായ കോണിലൂടെ നോക്കിക്കാണണമെന്നതാണ്. ഇതൊരു ഗ്രഹനിലയുടെ കണക്കെടുപ്പ് മാത്രമല്ല. അതെ, സാധാരണ മനുഷ്യരുടെ ജീവിത പോരാട്ടങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങളൊരു അശ്വതി നക്ഷത്രക്കാരനാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഏകാന്തത ഒന്നോർത്തു നോക്കൂ. ശത്രുക്കളുടെ നടുവിൽ തീർത്തും ഒറ്റയ്ക്ക് ജീവിതത്തോട് പടവെട്ടുന്നവരാണിവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വീഴാൻ പോകുമ്പോൾ താങ്ങി നിർത്താൻ ആരും കാണില്ല, വലിയ സുഹൃത്തുവലയമൊന്നും ഉണ്ടാകില്ല. ശരിക്കും അങ്ങനെ ഒറ്റയ്ക്ക് പൊരുതുക എന്ന് പറയുമ്പോൾ അത് മാനസികമായി വല്ലാതെ തളർത്തുന്ന ഒന്നല്ലേ? പക്ഷെ എങ്കിലും ഇവരുടെ മനസ്സിൽ എപ്പോഴും വലിയൊരു ഈശ്വരചിന്ത ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ആ ഒരു ഏകാന്തത അവരെ തളർത്തുകയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും കരുത്തുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ പോരാട്ടങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കുമുള്ള കൃത്യമായ പ്രതിഫലമാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. 2026 വിഷു മുതൽ 2027 വിഷു വരെയുള്ള സമയം ഇവർക്ക് വലിയൊരു ഭാഗ്യത്തിന്റെ കാലമാണ്. ഒരു മഹാഭാഗ്യത്തിന്റെ സമയമെന്ന് തന്നെ പറയാം. ഇതുവരെയുള്ള ഏകാന്തമായ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കാൻ പോകുന്ന സമയം. ജോലിയിലായാലും ബിസിനസ്സിലായാലും ഇനിയിപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ഈ വിഷു കഴിയുന്നതോടെ വലിയ മാറ്റങ്ങൾ വരും. അതായത് നാളുകളായി കാത്തിരുന്ന പ്രൊമോഷൻ കിട്ടുക, അല്ലെങ്കിൽ PSC പോലെയുള്ള മത്സര പരീക്ഷകളിൽ വലിയ വിജയം നേടുക, ഇതൊക്കെ വലിയ ആശ്വാസമാണ്. വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യം, ഈ 2026 ഡിസംബറിന് മുൻപായി തന്നെ ഇവരുടെ വലിയ കടബാധ്യതകളെല്ലാം തീർക്കാനുള്ള വഴികൾ തുറന്നു കിട്ടുമെന്നതാണ്. സാമ്പത്തികം മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും ഇവർക്ക് ഭാഗ്യമുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ നിയമപരമായ കുരുക്കുകളിൽ പെട്ടുഴലുന്നവർക്ക്. കേസോ കോടതിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലിവർക്ക് അനുകൂലമായ വിധികൾ വരാൻ പോകുന്ന സമയം കൂടിയാണിത്. വിവാഹ തടസ്സങ്ങൾ മാറാനും സന്താനയോഗം ലഭിക്കാനും ഈ സമയം വളരെ അനുകൂലമാണ്. അതുപോലെ വീട്, വാഹനം എന്നിവ വാങ്ങാൻ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളും ഈ വിഷു കഴിയുന്നതോടെ മാറും. ഒരുപാട് കാലമായി സംസാരിക്കാത്ത ബന്ധുക്കളുമായിട്ടുള്ള പഴയ വഴക്കുകളൊക്കെ തീർന്ന് രമ്യതയിലെത്തുമെന്നും, അതായത് ഈ അശ്വതി നക്ഷത്രക്കാർ അവർക്ക് വേണ്ടി മാത്രമല്ല വിജയിക്കുന്നത്, ഒപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ഇവരൊരു വലിയ അനുഗ്രഹമായി മാറുമെന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. അതായത് ഇപ്പോൾ ഒരേ വീട്ടിൽ താമസിക്കുന്ന മറ്റ് അംഗങ്ങൾക്ക്, അത് അച്ഛനോ അമ്മയോ ആരായാലും, അവർക്കിപ്പോൾ കണ്ടകശനിയോ ഏഴരശനിയോ പോലെ വളരെ മോശം സമയമാണെന്ന് വയ്ക്കുക. എങ്കിൽ പോലും ഈ അശ്വതി നക്ഷത്രക്കാരുടെ സാന്നിധ്യം ആ ദോഷങ്ങളുടെ കാഠിന്യം ഗണ്യമായി കുറയ്ക്കും. അശ്വതിയുടെ ആ ഒരു പ്രഭ വീട്ടിലാകെ നിറഞ്ഞു നിൽക്കും. ഈ സൗഭാഗ്യങ്ങൾക്കിടയിലും വളരെ ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ശത്രുദോഷത്തിന്റെ കാര്യം. ഇത്രയും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനിടയിൽ എന്താണ് ഈ ശത്രുദോഷം? ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ജീവിച്ച ഒരാൾ പെട്ടെന്നിങ്ങനെ വലിയ വിജയം നേടുമ്പോൾ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായും ചുറ്റുമുള്ളവർക്ക് അസൂയ വരും, ഒരുതരം കണ്ണേറ്. ഈ ശത്രുക്കൾ പുറത്തുനിന്നുള്ള അപരിചിതരാകണമെന്നില്ല. ചിരിച്ചു കളിച്ച് കൂടെ നടക്കുന്നവര് തന്നെ ചിലപ്പോ പാരയാകും. അതെ, നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് കരുതുന്നവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ ശത്രുക്കൾ. അവർ വഴിമുടക്കാനും വഞ്ചിക്കാനും സാധ്യതയുണ്ടെന്ന് വളരെ ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷെ ഇതിനെ മറികടക്കാനുള്ള ചില കൃത്യമായ പരിഹാരങ്ങളും ഇത് വിഷു ദിവസത്തിലോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിലോ ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. അതെ, ഈ ശത്രുദോഷങ്ങൾ മാറി നിൽക്കാൻ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം തേടുക എന്നതാണ്. അതായത് അടുത്തുള്ള ഏതെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തുക. ശ്രീരാമക്ഷേത്രമോ നരസിംഹമൂർത്തി ക്ഷേത്രമോ ആയാലും മതി. അവിടെ പോയി 5 നെയ്വിളക്ക് കത്തിക്കണം. പിന്നെ ഭഗവാനൊരു തുളസിമാല ചാർത്തുകയും വേണം. ഇതിനൊപ്പം സാധിക്കുമെങ്കിൽ ഒരു പാൽപ്പായസം കൂടെ വഴിപാടായി നടത്തുന്നത്
നെഗറ്റീവ് എനർജികൾ ഇല്ലാതാക്കാൻ നല്ലതാണെന്ന്. വീട്ടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി പേരും അശ്വതിനാളും പറഞ്ഞ് ഗുരുതി പുഷ്പാഞ്ജലി നടത്തണം. അതിന് സൗകര്യമില്ലെങ്കിൽ പകരമായി രക്തപുഷ്പാഞ്ജലി നടത്തിയാലും മതിയാകുമെന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും വിഷുക്കാലത്ത് നിർബന്ധമായും ചെയ്തിരിക്കണം.